ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സുരാസുരാസേവിതപാദപങ്കജ ഹരേ വിരാജദ്ധമഹീയ പുസ്തക വിരിഞ്ച പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചി മേ സദാ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വജാദീൻ പ്രാണാൻ നമോ. രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൻ അല്ലെ, അത് തീർക്കുകയായിരുന്നു. ഒന്നായിട്ടുള്ള പരബ്രഹ്മ തത്വത്തെ പലതായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് ലോകത്തിലുള്ള എല്ലാ സുഖദുഃഖാദ്യ അനുഭവങ്ങളും. ഒന്നു മാത്രമായി പ്രകാശിക്കുന്ന അങ്ങയെ, അതായത് ബ്രഹ്മത്തെ പലതായിട്ട് വേർതിരിഞ്ഞതുപോലെ കാണാനിടയായതോടെ വന്നു ചേർന്ന ദുഃഖം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നാണ് ഗുരുനാഥൻ പറഞ്ഞത്. തന്നെയല്ല, അതെനിക്ക് പലതായി തോന്നുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നുവോ അതുപോലെ ഒന്നു മാത്രമായിട്ട് അനുഭവിക്കുവാൻ അങ്ങയുടെ കാരുണ്യം എന്നിലേക്ക് ചൊരിയണമേ. അല്ലയോ നാരായണ, അങ്ങേക്കെന്റെ നമസ്കാരം. ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ ശ്ലോകം. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകി അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. ആനന്ദ ചിന്മയം, അതായത് ആനന്ദവും ചിന്മയവും ബോധസ്വരൂപവും ആനന്ദവും ചിന്മയവുമായിട്ടുള്ള, അതായത് ആനന്ദവും ബോധസ്വരൂപവുമായിട്ടുള്ള ഹരേ, സർവപാപങ്ങളെയും ഹരിക്കുന്നവനെ. ആനന്ദ ചിന്മയ ഹരേ, അതായത് ആനന്ദവും ബോധവുമായിട്ടുള്ള അല്ലയോ ഹരേ. പിന്നെ ആ ഹരി എങ്ങനെയുള്ളവനാണ്? ഹരി എന്ന് പറഞ്ഞാൽ, ഹരി എന്നുള്ള സംബോധന കൊണ്ട് തന്നെ എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നവനെ എന്നർത്ഥം. ഗോപികാരമണ, ഗോപികമാരെ രമിപ്പിച്ചിട്ടുള്ള അല്ലയോ എന്റെ കണ്ണ. പിന്നെന്താണ്? ഞാനെന്ന ഭാവം, ഞാൻ ഞാൻ എന്നുള്ള അഹങ്കാര ഭാവം. ഇഹ, ഇഹ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ, ഇവിടെ എന്നർത്ഥം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എന്നർത്ഥം. ഇഹ തോന്നായിക വേണം, എനിക്ക് തോന്നാൻ ഇടവരരുതേ. അതായത് ആനന്ദവും ബോധസ്വരൂപനുമായിട്ടുള്ള അല്ലയോ സർവപാപങ്ങളെയും ഹരിക്കുന്ന ഗോപികാരമണ, എനിക്ക് ഞാൻ എന്നുള്ള ഭാവത്തെ ഇല്ലാതാക്കി തരേണമേ. ഇനിയോ തോന്നുന്നതാകിൽ, ഒരു പക്ഷേ ഞാൻ എന്ന ബോധം എനിക്ക് ഉണ്ടാവുകയാണ് എന്ന് തന്നെ വെക്കട്ടെ. ഞാൻ ഞാൻ എന്നുള്ള അഹങ്കാരം എനിക്ക് എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അഖിലം ഞാനിതെന്ന വഴി, മുഴുവൻ എല്ലാം ഞാൻ തന്നെയാണ് എന്ന ഒരു തോന്നേണമേ, തോന്നാൻ ഇടവരേണമേ. വരദ, ഏത് വരത്തെയും തരാൻ കഴിവുള്ളവനെ, വരത്തെ ദാനം ചെയ്യുന്നവനെ, അങ്ങനെയുള്ള നാരായണായ നമഃ. അങ്ങനെയുള്ള നാരായണ, അങ്ങേക്കെന്റെ നമസ്കാരം. ഇതാണ്. ഇതിപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള ഒരു വലിയ ഒരു സംഗതിയും ഇതിനകത്തില്ല.
അതായത് ആനന്ദവും ബോധവുമായിട്ടുള്ള ഏത് പാപത്തെയും ഹരിക്കാൻ കഴിവുള്ള ഗോപിമാരെ രമിപ്പിച്ചവനെ, അതായത് ഗോപികാരമണ. ഞാൻ ഞാൻ എന്ന അഹങ്കാരഭാവം ഈ ലോകത്തിൽ തോന്നാനിടയാകാതെ എന്നെ അനുഗ്രഹിക്കണമേ. അഥവാ ഞാൻ എന്ന ഭാവം തോന്നുകയാണ്, എനിക്ക് അത് തോന്നിയേ തീരൂ, എനിക്കത് അതായത് അങ്ങനെ ഒരു ഭാവം എനിക്ക് ഉണ്ടായേ തീരൂ എന്നാണെങ്കിൽ അത് അഖിലം ഞാനിതെന്ന വഴി, എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു ഭാവം എനിക്ക് വന്നു ചേരാൻ, ഒരു അനുഭവം എനിക്ക് വന്നു ചേരാൻ ഇടയാകണമേ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണമായിട്ടുള്ള പരമാത്മാവിനെ സാക്ഷാത്കരിക്കുകയും, അതായത് സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പലതില്ല, ഒന്നേ ഉള്ളൂ എന്ന ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് സാക്ഷാത്കാരം. അതിനെയാണ് നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പരമാത്മാവിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. പലതായിട്ട് ഒരു വസ്തുവും ഇവിടെ ഇല്ല, ഒരു വസ്തു മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അത് മാത്രമാണ് അതിന്റെ മാർഗം എന്ന് പറയുന്നത്. അതായത് അതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മനസ്സിനെ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഏകാഗ്രത പാലിക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അംശം. അതാണ് എപ്പോഴാണ് നമുക്ക് പുറത്ത് കാണുന്ന വസ്തുക്കളെ മുഴുവൻ വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നത്, അപ്പോൾ നമ്മൾ സംസാര ദുഃഖത്തെ അനുഭവിക്കുക തന്നെ ചെയ്യും. സംസാര ദുഃഖത്തെ അനുഭവിക്കാതാവണമെങ്കിൽ ഞാൻ എന്ന അംശം മാത്രമേ ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളിലും അടങ്ങിയിട്ടുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ വ്യത്യസ്തമായി അനുഭവപ്പെടുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ, അത് ഓരോ വ്യക്തിയിലും അടങ്ങിയിരിക്കുന്ന അതായത് എന്താ പറയാ, സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും മാത്രമാണ്. മനസ്സ് ഉള്ളിലൊതുക്കി ഏകാഗ്രതപ്പെടുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ അംശമാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ വിഷയം. ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് വസ്തുസ്വരൂപത്തെ ഗ്രഹിക്കണം എന്നുള്ളതാണ്. ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന്, വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ പോയിട്ട് ഗുരുനാഥനായിട്ട് അംഗീകരിക്കുക എന്നുള്ളതല്ല. നമുക്കത് ബോധ്യം വരണം, അയാൾ ബ്രഹ്മനിഷ്ഠനാണ് എന്നുള്ളത് പൂർണ്ണമായി ബോധ്യപ്പെടുന്നു. അതായത് മനസ്സ് പാകമാകുമ്പോൾ നമ്മള് ഉർവാരുകമിവ ബന്ധനാത് എങ്ങനെയാണോ, അതായത് താനേ പാകമാകുമ്പോ എന്താണ്, ഗുരു നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചേരും എന്നാണ് പറയാ. ഗുരുവിനെ നമ്മൾ തേടി പോകേണ്ട ആവശ്യം പോലും വരില്ല. നമ്മൾ പാകമാകുമ്പോൾ ഗുരു നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചേരും എന്ന് പറയും. ഇങ്ങനെ ഒരു ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് വസ്തുസ്വരൂപത്തിന്റെ ആദ്യത്തെ ഗ്രഹിക്കാൻ ആദ്യത്തെ പടി എന്ന് പറയുന്നു. ഇവിടെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയില്, േഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗര ഭവാമിന ചിരാത്മാർത്ഥ. ഇനി വേറൊരു ഗുരുവിനെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് തന്നെ വിചാരിക്കും എങ്കിൽ അവരുടെ ഗുരുനാഥനും പിതാവും രക്ഷകനും എല്ലാം ഞാൻ തന്നെയായിരിക്കും. ഇതിനപ്പുറത്ത് എന്ത് ഉറപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്? അതുകൊണ്ട് ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് വസ്തുസ്വരൂപത്തെ ഗ്രഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഒരു ഇഷ്ടദേവനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒരു ഇഷ്ടദേവനെ നമ്മൾ തെരഞ്ഞെടുക്കുക, എന്നിട്ട് ആ ദേവനെ പരമസത്യത്തിന്റെ പ്രതീകമായിട്ട് കൽപ്പിക്കുകയും അത് ഉള്ളിൽ സദാ ധ്യാനിച്ചുറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആദ്യം ഒരു ഗുരുനാഥനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് വസ്തുസ്വരൂപത്തെ ഗ്രഹിക്കുക. രണ്ടാമത്തേത് ഒരു ഇഷ്ടദേവനെ തെരഞ്ഞെടുക്കുകയും ആ ദേവനെ പരമസത്യത്തിന്റെ പ്രതീകമായി ഉള്ളിൽ സദാ ധ്യാനിച്ച് ഉറപ്പിക്കുകയും ചെയ്യുക. രണ്ട് തരത്തിലാണ് ഇഷ്ടദേവതാ ധ്യാനം തുടരേണ്ടത് എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് ഓരോ ദിവസവും
ഒന്നോ രണ്ടോ തവണയെങ്കിലും ഏകാന്ത സ്ഥലത്ത് ചെന്നിരുന്ന് ലോകസങ്കല്പങ്ങളെയൊക്കെ പുറന്തള്ളിക്കൊണ്ട് ഇഷ്ടദേവനിൽ തന്നെ മനസ്സിനെ ഉറച്ചു നിർത്താൻ ശ്രമിക്കുക. അതായത് രണ്ട് തരത്തിൽ ഇഷ്ടദേവതാ ധ്യാനം നമുക്ക് നടത്താൻ സാധിക്കും. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന എന്താണ്? അമ്പലത്തിൽ പോവുക, അമ്പലത്തിൽ കാണുന്ന ആ ഒരു ബിംബത്തെ കല്ലായിട്ടും മണ്ണായിട്ടും അല്ല നമ്മൾ കാണുന്നത്. നമ്മൾ എന്താ കാണുന്നത്? അവിടെ ഈശ്വരനെയാണ് കാണുന്നത്, അല്ലേ? ആ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത്, അതിനകത്ത് ആ ഈശ്വരനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. ആരായിട്ട്? കൃഷ്ണനായിട്ട്, രാമനായിട്ട്, ശിവനായിട്ട്, പലതായിട്ട്. അങ്ങനെ ഈ പറയുന്ന ദേവനെ പരമസത്യത്തിന്റെ പ്രതീകമായിട്ട് ഉള്ളിൽ സദാ നമ്മുടെ ഉള്ളിൽ, അതായത് പുറത്ത് കാണുന്ന ആ ദേവനെ നമ്മൾ കണ്ട് നമസ്കരിച്ചതിന് ശേഷം ആ ദേവന്റെ സ്വരൂപത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക് അങ്ങോട്ടാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ണടയ്ക്കുന്നു. ആ ദേവതാ സങ്കല്പത്തെ നമ്മുടെ ഉള്ളിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ കണ്ണടയ്ക്കും, ധ്യാനിച്ചുറപ്പിക്കുന്നു. അതായത് ദേവതാധ്യാനം എന്ന് പറയുന്നത് പരമസത്യത്തിന്റെ പ്രതീകമായി നമ്മുടെ ഉള്ളിൽ ആ ദേവനെ ധ്യാനിച്ചു ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ തവണ ഒരു ദിവസത്തിൽ ഏകാന്ത ധ്യാനം ഈ ഇഷ്ടദേവനെ ആരാധിച്ചുകൊണ്ട്, അതിനാണ് നമ്മൾ എന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? രാവിലെ വൈകിട്ടും നാമം ചൊല്ലണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ നാമം ചൊല്ലുക എന്നുള്ള സംഗതി ഇതിനു വേണ്ടി സങ്കല്പിച്ചു വെച്ചിരിക്കുന്നതാണ്. അതായത് ലോകസങ്കല്പങ്ങളെയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഒരു അല്പനേരത്തേക്കെങ്കിലും മനസ്സിനെ ഏകാഗ്രമായി ഈ ദേവതാധ്യാനത്തിൽ ഉറപ്പിച്ചു നിർത്തുക. രണ്ട് തരത്തിലാണ്. ആദ്യം പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ തവണ ഇഷ്ടദേവനിൽ ധ്യാനിച്ചുറപ്പിക്കുക. ഈ ധ്യാനം കൃത്യമായിട്ട് എല്ലാ ദിവസവും തുടരണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലോക കാര്യങ്ങൾ ചെയ്യുന്ന, ഏത് കാര്യങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിലും തരം കിട്ടുമ്പോഴൊക്കെ ഇഷ്ടദേവതാ രൂപത്തെ സ്മരിക്കാൻ നമ്മൾ യത്നിച്ചുകൊണ്ടേയിരിക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാന്റെ ഒരു രൂപം, ഒരു സ്മരണ അത് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്കുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഒരു തെറ്റും അയാൾക്ക് ചെയ്യാൻ സാധിക്കും. അയാളുടെ കർമ്മ മേഖലയിൽ വളരെ മനോഹരമായിട്ട് അയാൾ വ്യാപരിക്കുന്നുണ്ടായിരിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ രണ്ട് ധ്യാനക്രമങ്ങളും എന്താണ്? പരസ്പര പോഷകങ്ങളാണ്. അതായത് രണ്ട് തരത്തിലാണ് ധ്യാനിക്കേണ്ടത്. ഒന്ന്, ഏകാന്ത സ്ഥലത്ത് ഒരു ദിവസം മിനിമം 2 നേരമെങ്കിലും ഏകാന്ത സ്ഥലത്ത് ചെന്നിരുന്നു കൊണ്ട് ലോകസങ്കല്പങ്ങളെയൊക്കെ പുറന്തള്ളി ഇഷ്ടദേവനിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. മറ്റുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് വരാതെ ഈ ദേവതാ സങ്കല്പത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. അറ്റ്ലീസ്റ്റ് 2 നേരമെങ്കിലും. മറ്റൊന്ന്, അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഇരിക്കുമ്പോഴും അതാണ് എന്താണ്, എപ്പോഴും ഇരിക്കുമ്പോഴും നടക്കും എന്നുള്ളത് നമ്മളെ എഴുത്തച്ഛൻ മറന്നുപോയി. ഏത് സമയത്തും ഭഗവത് ധ്യാനം, യത് കരോഷി യത് അസ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമതർപ്പണം എന്ന് ഭഗവാൻ പറയും. അതായത് എന്ത് നീ ചെയ്യുന്നുവോ, യത് കരോഷി യത് അസ്നാസി എന്ത് നീ ഭക്ഷിക്കുന്നുവോ, യത് ജുഹോഷി എന്ത് നീ ഹോമിക്കുന്നുവോ, ദദാസി എന്ത് നീ ദാനം ചെയ്യുന്നുവോ, യത് തപസ്യസി കൗന്ദേയ എന്ത് നീ എന്താണോ നീ ചിന്തിക്കുന്നത്, എന്തിനാണോ നീ തപസ് ചെയ്യുന്നത്, തത്കുരുഷ്വമതർ അതൊക്കെ എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യും. ഇങ്ങനെ തരം കിട്ടുമ്പോഴൊക്കെ ഇഷ്ടദേവതാ രൂപത്തെ കൃത്യമായിട്ട് മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കണം. ഇങ്ങനെ 2 തരത്തിൽ ലോക വ്യവഹാര വേളയിൽ ഭഗവത് സ്മരണ ഉണർത്തുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അയാളുടെ മനസ്സിലേക്ക് അയാൾ പോലും അറിയാതെ അല്പകാലത്തിന്റെ ഉള്ളിൽ മനസ്സിന്റെ ഏകാഗ്രത ഇങ്ങനെ കൂടി വരികയും ലോകത്തിൽ വ്യവഹരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അയാളുടെ മനസ്സിൽ ഇഷ്ടദേവത കടന്നു വരികയും ചെയ്യും. അയാൾക്ക് കലഹിക്കാൻ സാധിക്കാതെയാണ്. അയാൾക്ക് മറ്റൊരാൾ പറയുന്ന ദോഷവാക്കുകളെ അയാൾ അവിടുന്ന് പറഞ്ഞോട്ടെ എന്നുള്ള ഭാവത്തിൽ ഇരിക്കാൻ സാധിക്കും. അതായത് മറ്റൊരാൾ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ലാതെയായി മാറും.
ഇങ്ങനെ തരം കിട്ടുമ്പോഴൊക്കെ ഇഷ്ടദേവതാ രൂപത്തെ സ്മരിക്കാൻ നമ്മുടെ മനസ്സിലുള്ള ഈഗോ എന്ന് പറയുന്ന സാധനം മെല്ലെ 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 ഇല്ലാതെയാവും എന്നുള്ളതാണ്. തരം കിട്ടുമ്പോഴൊക്കെ ഇഷ്ടദേവതാ ധ്യാനം ചെയ്യുന്ന ഒരാൾ ഈ രണ്ട് ധ്യാനക്രമങ്ങളും പരസ്പര പോഷകങ്ങളായിട്ട് വർത്തിക്കുന്ന ഈ ധ്യാനക്രമങ്ങളെ അനുസരിക്കുന്ന ഒരാൾക്ക് ഭഗവത് സ്മരണ നിരന്തരമായിട്ട് വരും തോറും ഏകാന്ത ധ്യാനത്തിൽ മനസ്സിന്റെ ഏകാഗ്രത കൂടിക്കൂടി വരും. ഇങ്ങനെ ഏകാന്തമായിട്ടുള്ള ധ്യാനവേളയിൽ ഇഷ്ടദേവതാ രൂപം ഉള്ളിൽ ചൈതന്യമുറ്റ് പ്രകാശിക്കുന്നതായിട്ട് അനുഭവപ്പെടും. അതോടൊപ്പം ലോകകാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈശ്വര സ്മരണ നിരന്തരമായിട്ട് തീരുകയും ഭഗവാൻ സദാ എന്റെ കൂടെയുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അയാളുടെ മനസ്സിന്റെ മാലിന്യങ്ങൾ അയാൾ പോലും അറിയാതെ അകന്നു പോയിക്കൊണ്ടേയിരിക്കും. മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആരെയാണോ അയാൾ ഭജിക്കുന്ന ദേവതാ സങ്കല്പം ആ ദേവതയുടെ പേര് ഉച്ചരിക്കുമ്പോഴേക്കും അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് പ്രവഹിക്കാൻ തുടങ്ങും. അതായത് ചിത്തം മാലിന്യങ്ങൾ അകന്ന് ശുദ്ധീകരിക്കപ്പെടും. ഉള്ളിലും പുറത്തും ഇടതെങ്ങി നിൽക്കുന്ന ബോധാനന്ദ സ്വരൂപമായിട്ടുള്ള ആത്മസത്യം അയാൾക്ക് തെളിയാൻ തുടങ്ങും. നിരന്തരമായിട്ടുള്ള ഒരു ക്രമമാണ് ഇതിന്. ഒന്ന് വസ്തുസ്വരൂപത്തിന്റെ ഗ്രഹണം, രണ്ടാമത്തേത് ഇഷ്ടദേവതാ സ്വീകാരം, മൂന്നാമത്തേത് നിരന്തരമായ ധ്യാനം, നാലാമത്തേത് ചിത്തശുദ്ധി, അഞ്ചാമത്തേത് വസ്തുവിന്റെ പ്രത്യക്ഷമായ അനുഭവം. ഈ ഒരു ക്രമം അയാളുടെ മനസ്സിൽ രൂപപ്പെട്ടു വരും. ഇത് അനുഭവൈകവേദ്യമായിട്ടുള്ള ഒരു സാക്ഷാത്കാര സ്വരൂപമാണ്. അനുഭവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതായത് വസ്തുസ്വരൂപ ഗ്രഹണമാണ് ആദ്യം, രണ്ടാമത്തേത് ഇഷ്ടദേവതാ സ്വീകാരം, മൂന്നാമത്തേത് നിരന്തരമായ ധ്യാനം, നാലാമത്തേത് ചിത്തശുദ്ധി, അഞ്ചാമത്തേത് വസ്തുവിന്റെ പ്രത്യക്ഷമായ അനുഭവം. ഈ ക്രമത്തിൽ അതായത് ഈ ക്രമത്തിൽ ഇങ്ങനെ നമുക്ക് ഭഗവാന്റെ സ്വരൂപത്തെ അനുഭവിക്കാൻ സാധിക്കും. ആനന്ദചിന്മയ എന്നല്ലേ വിളിക്കുന്നത്. അതുകൊണ്ട് ഈ പദം കൊണ്ട് തന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ആനന്ദ സ്വരൂപമാണ് നമ്മൾ ഓരോരുത്തരും. ആനന്ദത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഉള്ളിൽ നമുക്ക് ദുഃഖം അനുഭവപ്പെടുന്നു എങ്കിൽ ആ ദുഃഖാദ്യ അനുഭൂതി എന്ന് പറയുന്നത് ഒറിജിനൽ അല്ല, അത് എന്റേതല്ല. എന്റേത് എന്ന് പറഞ്ഞാൽ അത് എന്തിനോട് ബന്ധപ്പെട്ടതാണ്? ശരീരത്തോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശരീരത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ സ്ത്രീ ആകുന്നത്, ശരീരത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ പുരുഷനാകുന്നത്, ശരീരത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ മനുഷ്യരാകുന്നത്, ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുകൊണ്ട് മാത്രമാണ് ഞാനൊരു ജീവവസ്തു ആകുന്നത്. ജീവനില്ലാത്ത വസ്തുവിന്റെ വ്യത്യാസം എന്താണ്? അതിലും ഇതേ ബോധസ്വരൂപം അടങ്ങിയിരിക്കുന്നു. പക്ഷെ വ്യത്യാസം എവിടെയാണ് എന്ന് ചോദിച്ചാൽ സൂക്ഷ്മ ശരീരം ഇല്ല എന്നുള്ളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളത്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളാകുന്ന സാധനം ഈ എന്താ പറയാ ജീവനില്ലാത്ത വസ്തുക്കളിൽ ഇല്ല എന്നുള്ളതാണ് അവയുടെ വ്യത്യാസം. വ്യത്യാസം അതാണ്. നമുക്കിതിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. ആനന്ദചിന്മയ ഹരേ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആനന്ദചിന്മയമായിട്ടിരിക്കുന്ന ആ പദം കൊണ്ട് എന്താണ്? സ്വരൂപത്തെ ഗ്രഹിക്കാൻ ആണ് പറയുന്നത്. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ. ഈ ഗോപികാരമണ എന്ന സംബോധന കൊണ്ട് എന്താ സൂചിപ്പിക്കുന്നത്? ഇഷ്ടദേവതാ സ്വീകാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കാമമാലിന്യത്തോടു കൂടി തന്നെ ഭജിക്കാൻ എത്തിയിട്ടുള്ള ഗോപിമാരെ പോലും ശുദ്ധാത്മാക്കളായിട്ട് സായുജ്യത്തിന് അർഹനായിത്തീർന്ന ഭഗവാൻ അല്ലെ. ഗോപിമാരുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കും. നമ്മൾ അവരുടെ കഥ എടുത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഗോപിമാരെന്താ ചെയ്യുന്നത്. ഗോപികാജന പ്രമദ സംകുല പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുതായിവ സ്ഥിമിതതാം
പുരോഗത. എത്ര മനോഹരമായിട്ടാണ് ഗോപിമാരുടെ നൃത്തം നമ്മുടെ മേൽപ്പത്തൂര് പറയുന്നത്. മേൽപ്പത്തൂർ മാത്രം ഭാഗവതം എടുത്താലും ഇതുപോലെ തന്നെയാണ്. ഭ്രമരഗീതം പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഒരു കറുപ്പ് കണ്ടാൽ പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവത് സ്മരണ കറുപ്പ് കാണുമ്പോ പോലും വണ്ടേ നീ എന്തിനാ വന്നത് അല്ലെ? ഭ്രമരഗീതം അങ്ങനെയാ പറയണത്. നീ എന്റെ അടുത്തേക്ക് വരരുത്, നീ വന്നാൽ അതുപോലും എനിക്ക് അവന്റെ സ്മരണ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് നിലവിളിക്കുന്ന ഗോപസ്ത്രീകളെ കണ്ടിട്ട് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭക്തൻ എന്നുള്ള അഹങ്കാരം കൊണ്ട് പോയ ഉദ്ധവന് ഗോപികാഭ്യോ നമോസ്തു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരിക. അതായത് എന്താ പറയണത്? കാമമാലിന്യത്തോടു കൂടി കാമമാകുന്ന അല്ലെ ഭഗവാന്റെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് യാതൊരു ശങ്കയും കൂടാതെ തന്നെ നെഞ്ചത്ത് ഇങ്ങോട്ട് പിടിച്ചു അല്ലെ? ഘനപയോധരേ സന്നിധായ വളരെ എന്താ പറയാ ആനന്ദ നിർവൃതിയിൽ ഇങ്ങനെ ആറാടി നിൽക്കുന്ന ഗോപിമാരുടെ പല തരത്തിലുള്ള അവസ്ഥകളെയും ഭാഗവതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ ഭഗവാനോടുള്ള കാമം, ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണം എന്നുള്ള വിചാരം, അതും കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പോയ ഈ ഗോപിമാരെ എന്താ ചെയ്തത് എന്ന് ചോദിച്ചാൽ അവരെ ശുദ്ധാത്മാക്കളായിട്ട് മാറ്റി സായുജ്യത്തിന് അർഹരായിത്തീരുക. അങ്ങനെ അതാണ് ഗോപികാരമണ എന്ന് പറയാൻ കാരണം. നമ്മളൊക്കെ അതുപോലെയുള്ളവരാണ്. പല പല ലോകത്തിലുള്ള പല വസ്തുക്കളെയും വ്യത്യസ്തമായി മനസ്സിലാക്കി അതിനോടുള്ള കാമം, അതിനോടുള്ള സ്നേഹം, അതിനോടുള്ള ദ്വേഷം, അതിനോടുള്ള അനുരാഗം, ഇങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങൾ മാറി 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 അനുഭവിച്ചുകൊണ്ട് ഈ പറയുന്ന അവസ്ഥാവിശേഷത്തിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഗോപികാരമണ ഭക്തന്മാരിൽ സദാ കരുണാനിധിയായി വർത്തിക്കുന്ന ഭഗവാൻ ആണ് എന്ന് സൂചന. അങ്ങനെയുള്ള വസ്തുബോധവും ഈശ്വര ദേവതാ ധ്യാനവും ഒക്കെ ഉറയ്ക്കുന്നതോടുകൂടി എന്തായി മാറും? ഈ കളങ്കമൊക്കെ മാറും മനസ്സിൽ. ഒന്നിനോടുള്ള എന്റെ ഭർത്താവാണ്, എന്റെ മകനാണ്, അല്ലെങ്കിൽ എന്റേതാണ് എന്നുള്ള ഒരു ഒട്ടൽ, അത് ഒട്ടൽ മാറുകയും അതെന്റെ കർത്തവ്യം, ഭഗവാൻ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യമാണ്, ഭഗവാൻ എനിക്ക് ഈ ശരീരത്തിന് തന്നിരിക്കുന്ന കർത്തവ്യമാണ് എന്നുള്ള ബോധത്തോടു കൂടി ഈ ഓരോ ആത്മാക്കളോടുമുള്ള കർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ഇഷ്ടദേവതാ ധ്യാനം, വസ്തുബോധവും ഈ ഇഷ്ടദേവതാ ധ്യാനവും ഉറയ്ക്കുന്നതോടുകൂടി കളങ്കമൊക്കെ അകന്നുപോയി ചിത്തം ശുദ്ധീകരിക്കപ്പെടും എന്നാണ്. അതുകൊണ്ടാണ് എന്താണ് ഹരിക്കുന്നവനാകുന്നത്. അതായത് മനസ്സിന്റെ കളങ്കങ്ങളെ മുഴുവൻ ഹരിച്ചുകൊണ്ട്, ഈ നാനാത്വത്തെ ഹരിച്ചുകൊണ്ട് സച്ചിദാനന്ദമായിട്ടുള്ള ആ സത്യവസ്തു ആദ്യമേ തെളിഞ്ഞു കിട്ടുക എന്ന് പറയുന്ന ആർക്കും അത്ര എളുപ്പമുള്ള കാര്യമൊന്നും. എങ്കിലും രൂപത്തെയോ നാമത്തെയോ ആശ്രയിക്കാതെ മനസ്സിന് ഏകാഗ്രപ്പെടാനും സാധ്യമല്ല. അതുകൊണ്ട് ഏകാഗ്രപ്പെടുന്ന ചിത്തം, ഏകാഗ്രമാകുന്ന മനസ്സ് ശുദ്ധി നേടുകയും സത്യ അനുഭവത്തിന് സമർത്ഥമായി തീരുകയും ചെയ്യും. അതായത് മനസ്സിനുണ്ട് ഒരു സാമർഥ്യം. വെറുതെ നമ്മുടെ മനസ്സിന് ഇതിനെ ഗ്രഹിക്കാൻ സാധിക്കില്ല. വെറുതെ ഇരിക്കുന്ന മനസ്സിന് എന്താ ഒന്നുമില്ലാതെ കളങ്കരഹിതമായ ഒരു മനസ്സാണ് കുഞ്ഞു കുട്ടിക്കുള്ളത് അല്ലെ? അതുകൊണ്ടാണ് എന്താ കവി പറയുന്നത് എന്താണ്? വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് അവർക്ക് കളങ്കമില്ല മനസ്സ്. അത്രയും കളങ്കമില്ലാതെ ശുദ്ധമായ മനസ്സ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് സത്യാനുഭവത്തെ അത് സമർത്ഥമായി തീരുന്നത്. അതായത് അപ്പൊ അങ്ങനെ സത്യാനുഭവ സമർത്ഥമായി തീരുന്ന മനസ്സിന് മാത്രമേ എന്തും എഴുതി ചേർക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഉള്ളിലുള്ള ആത്മാനന്ദത്തെ നമ്മുടെ യോഗവാസിഷ്ഠത്തില് വസിഷ്ഠൻ രാമനെ ഉപദേശിക്കുന്നത് നോക്കുകയാണ്. എന്താണെന്നറിയോ? സാകാരം ഭജതാവത്വം യാവത് സത്വം പ്രസീദതി നിരാകാരേ പരേ തത്വേ തതസ്ഥിതിരനുത്തമ. അതായത് വസിഷ്ഠൻ പറയാണ്, രാമ, ഏതെങ്കിലും ഒരു ഇഷ്ടദേവതയുടെ സാകാരമായ രൂപം നീ ധ്യാനിച്ചുറപ്പിച്ചു.
ചിത്തം ശുദ്ധമായിട്ട് പ്രസന്നമായി നിൽക്കുന്ന അവസ്ഥ വരെ ഇത് തുടരുക തന്നെ വേണം. കാരണം അത് മാത്രമാണ് ചിത്തശുദ്ധി മനുഷ്യന് നൽകുന്നത്. അതുകൊണ്ട് നിരാകാരപ്പോൾ അതിനുശേഷം ഇതിനെ തുടർന്ന് നിരാകാരമായിട്ടുള്ള പരമതത്വത്തിൽ ഉറപ്പുറ്റ സ്ഥിതി, ഉറച്ച ഒരു സ്ഥിതി നമുക്ക് വന്നു ചേരുകയും ചെയ്യും എന്നുള്ളത് ഈ ഉപാസനാ ക്രമമാണ് ആദ്യത്തെ 3 സംബോധനകളിലൂടെ ഈ ആചാര്യനിവിടെ ബോധ്യപ്പെടുത്തുന്നത്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ. പിന്നെ എന്താ അടുത്തത് എന്താണ്? ഞാൻ എന്ന ഭാവം അത് തോന്നൈക വേണമില്ല. ഞാൻ എന്നുള്ള ഭാവം അതെനിക്ക് ഉണ്ടാതിരിക്കണം. എന്താണ്? അഹമഹമെന്നറിയുന്നതൊക്കെ ആരായുകിൽ, അല്ലെ? നമ്മുടെ അദ്ദേഹം പറയും, ആരാണ്? ശ്രീനാരായണ ഗുരുദേവ്. അഹമഹമെന്നറിയുന്നതൊക്കെ ആരായുകിൽ അത് പലതല്ലതേകമാകും. അത് പലതല്ല, അത് ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കും. ഞാൻ എന്നറിയുന്നതൊക്കെ പലതല്ല, അത് ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കും. അതായത് എന്താണ് ഈ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമില്ല എന്ന് പറഞ്ഞാൽ, സച്ചിദാനന്ദ സത്യത്തിൽ ഈ മായാശക്തി സ്പന്ദിച്ച് ജഡരൂപങ്ങളെ ഉളവാക്കുന്നതോടെ സൂക്ഷ്മ ജഡരൂപങ്ങളിൽ പ്രതിഫലിക്കുന്ന ബോധാംശമാണ് അഹങ്കാരം എന്ന് നമ്മൾ മുമ്പേ കണ്ടു. അതായത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡരൂപങ്ങളെ അതായത് ജഡരൂപങ്ങൾ എവിടെയാണ് പ്രതിഫലിക്കുന്നത്? സൂക്ഷ്മ ജഡരൂപങ്ങളിൽ പ്രതിഫലിക്കുന്ന ബോധം. അതായത് ഞാൻ എന്ന് പറയുന്നത് ഈ ഒരു ശരീരമാണ്, ജ്യോത്സ്ന എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ശരീരമാണ് ഞാൻ എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന ഒരു ബോധം എൻ്റെ ഉള്ളിലുണ്ട്. ആ ബോധം എന്ത് ചെയ്യുന്നു? ഈ സൂക്ഷ്മ ജഡരൂപങ്ങളിൽ സൂക്ഷ്മ ശരീരത്തിലും ജഡമായിട്ടുള്ള ഈ ഒരു എന്താണ് മജ്ജയും മാംസവും കൂടിയ ഈ രൂപത്തിലും പ്രതിഫലിക്കുന്നു. സൂക്ഷ്മ ജഡരൂപങ്ങളിൽ പ്രതിഫലിക്കുന്ന ബോധാംശം, അതായത് ഒറിജിനൽ ബ്രഹ്മസ്വരൂപം സൂക്ഷ്മ ജഡരൂപങ്ങളിൽ പ്രതിഫലിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അഹങ്കാരം ഉണ്ടാകുന്നത്. അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഈ അഹങ്കാരം ഇത് തന്നെയാണ് ജീവൻ എന്ന് പറയുന്നത്. പ്രാണനും മനസ്സുമാണ് മായയുടെ സൂക്ഷ്മവും ജഡവുമായ രൂപം. മായ എന്ന് പറയുന്നതിന്റെ സൂക്ഷ്മരൂപം പ്രാണനും, ജഡരൂപം എന്താണ്? മനസ്സുമാണ്. സൂക്ഷ്മ ജഡരൂപങ്ങൾ ഒന്ന് പ്രാണനും ഒന്ന് മനസ്സും. ഇത് രണ്ടെണ്ണമാണ് മായയുടെ സൂക്ഷ്മ ജഡരൂപങ്ങൾ. അപ്പൊ പ്രാണന്റെയും മനസ്സിന്റെയും ഓരോ സ്പന്ദനവും ഈ അഹങ്കാര ബോധം ഉൾക്കൊള്ളുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തത്വം അറിയാത്തത് കൊണ്ടാണ് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പോലും ജീവന്റെ രഹസ്യം എന്നറിയാതെ ഇന്നും ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേ. അതായത് പ്രാണന്റെയും മനസ്സിന്റെയും ഓരോ സ്പന്ദനവും ഈ അഹങ്കാര ബോധം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. ഈ തത്വം നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇന്നും ജീവന്റെ രഹസ്യത്തെ നമ്മൾ തെരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പ്രാണമനസ്പന്ദനങ്ങളിൽ രൂപം കൊള്ളുന്ന അഹങ്കാരത്തിന് പിന്നെ 2 ഗതി മാത്രമേ അവശേഷിക്കുള്ളൂ. എന്താണ്? ഒന്നുകിൽ പ്രാണമനസ്പന്ദനം എന്ന ആശ്രയങ്ങളെ ഉപേക്ഷിച്ച് ബിംബരൂപമായ സത്യവുമായിട്ട് ഐക്യം പ്രാപിക്കുക. അതായത് ബ്രഹ്മസ്വരൂപവുമായിട്ട് ഐക്യം പ്രാപിക്കുക ഒന്നുകിൽ. അല്ലെങ്കിലോ അത് ഏതുപോലെയാണ്? ജലത്തിലെ സൂര്യപ്രതിബിംബം ജലം ഉപേക്ഷിച്ചാൽ സാക്ഷാൽ, അതായത് ജലത്തിൽ കാണുന്ന സൂര്യന്റെ പ്രതിബിംബം ജലം അങ്ങോട്ട് മാറ്റിയാൽ, ജലം ഉപേക്ഷിച്ചാൽ പിന്നെ എന്തായി? മുകളിലുള്ള സൂര്യനിൽ അത് പോയിട്ട് അവശേഷിക്കും, ഐക്യം പ്രാപിക്കും. ഈ ഐക്യപ്രാപ്തിയെയാണ് നമ്മൾ എന്ത് പറയാ? മോക്ഷം എന്ന് പറയും. ജീവന്റെ മോക്ഷം എന്ന് പറയും. അതല്ലെങ്കിൽ, ഇതാണ് ഒരു വഴി. അതല്ലെങ്കിലോ പ്രാണമനസ്പന്ദനങ്ങൾക്ക് എന്ത് ചെയ്യുക? കട്ടി വർദ്ധിപ്പിക്കും. പ്രാണമനസ്പന്ദനങ്ങൾക്ക് തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് സ്ഥൂല ശരീരങ്ങളെ ഉണ്ടാക്കിയ, അഴിക്കുക, പിന്നെ ഉണ്ടാക്കുക, പിന്നെ അഴിക്കുക, പുനരഭിമരണം, പുനരഭിജനനം, പുനരഭിജനനീജഠരേ ശയനം. പ്രാണമനസ്പന്ദനങ്ങൾക്ക് കട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് സ്ഥൂല ശരീരങ്ങളെ ഉണ്ടാക്കിയും അഴിച്ചും അവയിൽ മാറി മാറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക.
ഈ രണ്ട് സംഗതികൾ മാത്രമേ അഹങ്കാരത്തിന്, പ്രാണമനസ്പന്ദനങ്ങൾ രൂപം കൊള്ളുന്ന അഹങ്കാരത്തിന് അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഒന്നുകിൽ ബ്രഹ്മവുമായിട്ട് ഐക്യം പ്രാപിക്കുക, അല്ലെങ്കിൽ വീണ്ടും ജനനം വീണ്ടും മരണം എന്ന രൂപത്തിൽ എന്താണ് നമ്മുടെ ഡ്രസ് അഴിച്ചു മാറ്റുന്നത് പോലെ ശരീരം അഴിച്ചു മാറ്റി പുതിയ പുതിയ ശരീരങ്ങളിലേക്ക് പ്രവേശിക്കുക. ഇതാണ് ജനന മരണ രൂപമായ സംസാരത്തിലെ ചുറ്റിത്തിരിയൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാണമനസ്പന്ദനങ്ങൾക്ക് കട്ടി കൂടി വരുന്തോറും എന്താവും? ഞാൻ ഞാൻ എന്ന് പറയുന്ന അഹങ്കാര ഭാവത്തിന് ശക്തി കൂടിക്കൊണ്ടേയിരിക്കും. തന്നെയല്ല, സ്ഥൂല ശരീരങ്ങളെ ഉണ്ടാക്കി അഴിക്കുമ്പോഴൊക്കെ ആ ശരീരങ്ങളിലും അതിൽ കൂടി ബന്ധപ്പെടുന്ന മറ്റു ജഡരൂപങ്ങളിലും എന്റേത് 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 എന്ന ഒട്ടൽ നമുക്ക് വന്നു ചെയ്യും. അഹങ്കാരവും മമതയും ജഡബന്ധത്തെയാണ് നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ്. അഹങ്കാരവും മമതയും ഈ ജഡവുമായിട്ടുള്ള ബന്ധം മാത്രമാണ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഈ അഹങ്കാരത്തെ എനിക്ക് ഒഴിവാക്കി തരണേ പ്രാർത്ഥിക്കുന്നത്. അതായത് അഹങ്കാരം കൂടുന്നതിനനുസരിച്ച്, മമത കൂടുന്നതിനനുസരിച്ച് ജഡവുമായിട്ടുള്ള ബന്ധവും നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇവ രണ്ടും ഓരോ ചുവടുവെപ്പിലും ജീവന്റെ ബോധസ്വരൂപമായ അതിന്റെ സ്ഥാനത്ത് നിന്ന് അകറ്റിക്കളയുന്നു എന്നുള്ളതാണ്. അതായത് ബോധത്തിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കാതെ വരും, ആനന്ദ സ്വരൂപത്തിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കാതെ വരും. വീണ്ടും 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 ഈ ദുഃഖവും ഈ ഒട്ടലും ഈ സ്നേഹവും ഈ അനുരാഗവുമായിട്ട് വീണ്ടും 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 ദുഃഖത്തിന്റെ വഴിയിലേക്ക്, ചുഴിയിലേക്ക് വീണുകൊണ്ടേ. അതുകൊണ്ട് ബോധം സ്വരൂപസ്ഥിതി പ്രാപിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? മോക്ഷം എന്ന്. ജലമില്ലാതെയായി സൂര്യന്റെ പ്രതിബിംബം എങ്ങനെയാണോ സൂര്യനിൽ ലയിക്കുന്നത്, ആ അവസ്ഥാവിശേഷത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അഹങ്കാരവും മമതയും വർദ്ധിക്കും തോറും ജഡസമ്പർക്കം കൂടി ഈ ബന്ധം എന്ന് പറയുന്നത് എന്താവും? ദൃഢമാണ്. അഹങ്കാരവും മമതയും കുറയും തോറും ജഡവുമായിട്ടുള്ള സമ്പർക്കം കുറഞ്ഞ് ബോധം എന്ന് പറയുന്നത് സ്വരൂപസ്ഥിതിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇതാണ് ശരിക്കും ബന്ധമോക്ഷങ്ങളുടെ രഹസ്യം എന്ന് പറയുന്നത്. ഈ ബന്ധമോക്ഷ രഹസ്യം അനുഭവിച്ചറിഞ്ഞ ആളാണ് നമ്മുടെ മഹാനായ എഴുത്തച്ഛൻ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ ലോകത്ത് ഞാൻ എന്നുള്ള ഭാവം തോന്നാൻ എനിക്ക് ഇടവരരുതേ എന്ന്. ശ്രീ ശങ്കരാചാര്യര് ഉപദേശ സാഹശ്രീ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയും, അഹമിത്യാത്മധീര്യാച മമേത്യാത്മീയധീരപി അഹമിത്യാത്മധീര്യാച മമേത്യാത്മീയധീരപി അർത്ഥശൂന്യായദായസ്യ സ ആത്മജ്ഞോ ഭവേത് തദാ. ഉപദേശ സാഹശ്രീയില് സ്വപ്നസ്മൃതി പ്രകരണത്തിലെങ്ങാണ്ട് ഉള്ളൊരു ഭാഗമാണ്. അതായത് അഹമിത്യാത്മധീര്യാച മമേത്യാത്മീയധീരപി അർത്ഥശൂന്യായദായസ്യ സ ആത്മജ്ഞോ ഭവേത് തദാ. എന്താ അതിന്റെ അർത്ഥം? അതായത് അഹം, ഞാൻ ഞാൻ എന്നുള്ള അഹംബുദ്ധിയും എന്റേത് എന്നുള്ള മമതാബുദ്ധിയും ഇത് രണ്ടും എന്താണ്? അർത്ഥശൂന്യ. ഇത് രണ്ടും അർത്ഥശൂന്യമാണ്. അർത്ഥശൂന്യമാണ് എന്ന് യഹ പശ്യതി, അതായത് ആരാണോ അങ്ങനെ കാണുന്നത് അവൻ ആ നിമിഷം തന്നെ ആത്മാനുഭവമുള്ളവനായിട്ട് ഭവിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഞാൻ എന്നുള്ള അഹംബുദ്ധിയും എന്റേത് എന്നുള്ള മമതാബുദ്ധിയും അർത്ഥശൂന്യമാണ് എന്ന് ആരാണോ കാണുന്നത്, ആരാണോ അങ്ങനെ മനസ്സിലാക്കുന്നത്, ആ നിമിഷം അയാൾ ആത്മാനുഭവമുള്ളവനായിട്ട് മാറും. തന്നെയല്ല, അഹങ്കാര സ്വരൂപമായിട്ടുള്ള ജീവന് രണ്ട് ഗതിയേ ഉള്ളൂ. അതാണ് ഈ ആത്മാനുഭവമുള്ളവനായിട്ട് മാറും എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആത്മാനുഭവമുള്ളവനായിട്ട് മാറണം എന്നുള്ളത് കൊണ്ടാണ്
ഞാനെന്ന ഭാവമതു തോന്നുക വേണമിക. പിന്നെ എന്താ വേണ്ടത്? അപ്പൊ ഞാൻ എന്നുള്ള ഭാവം എനിക്ക് തോന്നാതിരിക്കണം, ഞാൻ എന്റേത് എന്നുള്ള മമതാ ബോധം എനിക്ക് തോന്നാതിരിക്കണം. പിന്നെ തോന്നേണ്ടത് എന്താണ്? തോന്നുന്നതാകിൽ അതല്ല, എനിക്കിനി ഞാൻ എന്ന ഭാവം തോന്നിയേ തീരൂ എന്നുള്ളതാണെങ്കിൽ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ. അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ. അതായത് എന്താ അതിന്റെ അർത്ഥം? അഹങ്കാര സ്വരൂപനായിട്ടുള്ള ജീവന് രണ്ട് ഗതിയേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അഹംഭാവവും മമതയും കുറച്ച് ജഡസമ്പർക്കത്തിൽ നിന്ന് ക്രമേണ പിന്മാറി പൂർണ്ണമായ സ്വരൂപസ്ഥിതിയെ വീണ്ടെടുക്കലാണ് അവയിലൊന്ന്. ഇതിനുള്ള എളുപ്പ വഴി എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് അഹംഭാവവും മമതയും കുറച്ചു കൊണ്ടുവന്ന് ജഡമായ ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ചിന്തയിൽ നിന്ന് ക്രമേണ പിന്മാറി പൂർണ്ണമായിട്ടുള്ള സ്വരൂപസ്ഥിതി വീണ്ടെടുക്കുക എന്നുള്ള ഒരു അവസ്ഥാവിശേഷം വരുത്താൻ വേണ്ടി ഈശാവാസ്യ ഉപനിഷത്ത് ഉപദേശിക്കും. എന്താണ്? തേന ത്യക്തേന ഭുഞ്ജീഥാഹ. ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക, ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക എന്ന് പറയും. അതായത് എന്താണ്? ഈ ജഗത്തിനെ ത്യജിച്ചിട്ട് ഭുജിക്കൂ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അങ്ങനെയാണ്, ഈ ജഗത്തിനെ ത്യജിച്ചിട്ട് ഭുജിക്കൂ. ഒരേ ജഗതീശ്വരൻ ഈ ജഗത്തിൽ സർവത്ര അകവും പുറവും നിറഞ്ഞു വസിക്കുന്നു. അതുകൊണ്ട് ഒരല്പബോധം സ്വയം ഞാൻ വേറെയാണ് എന്ന് അഭിമാനിക്കുന്നതിനോ ഇവിടെ ചിലതൊക്കെ എന്റേതാണെന്ന് അഭിമാനിക്കുന്നതിലോ യാതൊരു അർത്ഥവുമില്ല. അതായത് ഞാൻ എന്ന് പറയുന്നത് ഈശ്വര സ്വരൂപത്തിൽ നിന്ന് വേറെയല്ല. ഇവിടെ കാണപ്പെടുന്നതെല്ലാം ഈശ്വരന്റേതാണ്. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീഥാഃ മാ ഗൃധ കസ്യ സ്വിദ്ധനം. എന്റേതാണെന്ന് അഭിമാനിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല എന്നാണ്. കാരണം എന്താണ്? ഈ അഭിമാനിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചത് എന്തെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? ഈ ഈശ്വര സ്വരൂപത്തിൽ നിന്ന് ഞാൻ വേറെയല്ല. അതുകൊണ്ട് ഇവിടെ കാണപ്പെടുന്നതെല്ലാം ഈശ്വരന്റേതാണ് എന്ന് ഭാവന ചെയ്യണമെന്ന്. അതായത് നമ്മൾക്ക് നമ്മുടേതായി അനുഭവവേദ്യമായി എന്തെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ എന്റേത് എന്നല്ല, അത് ആരുടേതാണ്? ഈശ്വരന്റേതാണ് എന്ന് ഭാവന ചെയ്യണം. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ യാഥാർത്ഥ്യം അറിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ത്യാഗം എന്ന് പറയും. ത്യക്തേന ഭുഞ്ജീഥാഃ. അതായത് ഈ പറയുന്നതും ഈ കാണുന്നതൊന്നും എന്റേതല്ല, അതെല്ലാം ഈശ്വരന്റേതാണ് എന്ന് ഭാവന ചെയ്യുന്നു. ഈ ഭാവനയാണ് ഈ ഒരു കാര്യം നാം സത്യസന്ധമായി പറഞ്ഞ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം അറിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ത്യാഗം എന്ന് പറയും. എന്റേതായിട്ട് ഇവിടെ ഒന്നുമില്ല, എല്ലാം തന്നെ ഈശ്വരന്റേതാണ്. ഈ ജഗത്ത് എങ്ങനെയായിരിക്കണം എന്ന് അന്തിമമായിട്ട് നിർണയിക്കുന്ന ആളും ആരാണ്? ഈശ്വരൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. എല്ലാവരും ജഗതീശ്വരന്റെ കയ്യിലെ ഒരു വെറും ഉപകരണങ്ങൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളിൽ ഈ ഭാവന എപ്പോഴാണോ ദൃഢപ്പെടുന്നത്, നെൽപ്പത്തൂർ പറയുന്ന പോലെ എന്താ പറയാ അദ്ദേഹം? സൂര്യോ ദഹതി ജദഹനോ വായുസ്തധാന്യേ പുനരുചിതബലീൻ ആഹരന്തേനുഗാനം തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ പ്രണാമം. ആരുടെ ഭീതി കൊണ്ടാണോ ഇതിന്റെ നിയന്താവ് മറ്റാരോ ആണ്, അത് ഈശ്വരനാവട്ടെ. ആ ഈശ്വര സങ്കല്പത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടെത്തിക്കുന്നു. അഗ്നി ആര് പറഞ്ഞിട്ടാണ് ദഹിപ്പിക്കുന്നത്? സൂര്യൻ ആര് പറഞ്ഞിട്ടാണ് ഉദിക്കുന്നത്? ഈ ലോകത്ത് ഓരോ സംഗതികളും അതാതിന്റെ സമയത്ത് അതാതിൻ്റെതായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ നിയന്താവായിട്ട് നമ്മൾ ആരെ സങ്കല്പിക്കുന്നു? ഈശ്വരനെ സങ്കല്പിക്കുന്നു.
എല്ലാം ഈശ്വരന്റേതാണ്. ഈ ജഗത്ത് എങ്ങനെയായിരിക്കണം എന്ന് അന്തിമമായി നിർണയിക്കേണ്ടയാളും ആരാണ്? ഭഗവാൻ തന്നെയാണ്. എല്ലാവരും ആ ജഗതീശ്വരന്റെ കയ്യിലെ വെറും ഉപകരണങ്ങളാണ് എന്നുള്ള ഒരു ഭാവന ഒരാളിൽ എപ്പോഴാണോ ദൃഢപ്പെടുന്നത്, അതുപോലെ അത് മുതൽ അയാൾക്ക് എന്ത് ചെയ്യും? സ്വന്തം അഹന്ത ഇങ്ങനെ കുറയും. ഇല്ല, എന്താ ഞാൻ ചെയ്യുന്നു, ഞാൻ ഇല്ലെങ്കിൽ ഇത് നേരെയാവില്ല, ഞാനാണ് ഈ സാധനം മുഴുവൻ, ഞാനൊരു മഹാപണ്ഡിതനാണ്, എന്റെ അടുത്ത് ഇങ്ങനെ പലതരത്തിലുള്ള ഭാവനകളാണ് ഓരോ മനുഷ്യരിലും വന്നിരിക്കുന്നത്. അല്ലെ? എന്ത് അറിവാണ് നമുക്കുള്ളത്? യസ്മിൻ വിജ്ഞാതേ സർവവിധം വിജ്ഞാതം ഭവതി തദ്വിജിജ്ഞാസസ്വാശ്വേതകേതോ എന്ന് ഉപനിഷത്ത് പറയും. അതായത് എന്തറിഞ്ഞാലാണോ ഇനിയൊന്നും അറിയാനില്ലാത്തത്, അതിനെപ്പറ്റി നീ ജിജ്ഞാസുവായിട്ടിരിക്കൂ. അതറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സത്യസന്ധമായ അറിവ് നമ്മളിൽ ഉളവാകുന്നുള്ളൂ. അതല്ലാത്ത ഈ ലോകത്തിലുള്ള എന്താ പറയാ, ഈ ചെറിയ അറിവുകളൊന്നും തന്നെ ശരിയായ അറിവുകളല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുമ്പോൾ അവന്റെ എന്താവും? അഹങ്കാരം ഇല്ലാതെയാവും. എല്ലാവരും ഈ ജഗതീശ്വരന്റെ കയ്യിലെ വെറും ഉപകരണങ്ങൾ എന്ന ഒരു ഭാവന ഒരാളിൽ ദൃഢപ്പെടുന്നതോടെ അഹന്തയും മമതയും ഒക്കെ അയാളിൽ ഇങ്ങനെ കുറയാൻ തുടങ്ങുന്നു. ഭഗവാന്റെ കയ്യിലെ ഉപകരണം എന്ന നിലയിൽ സ്വകൃത്യങ്ങളെ വിട്ടുവീഴ്ച കൂടാതെ അനുഷ്ഠിക്കവേ തന്നെ രാഗദ്വേഷ മതമാത്സര്യാദി മലിന ചിന്തകൾ ചിത്തത്തെ, നമ്മുടെ മനസ്സിനെ വിട്ടകലുന്നു എന്നുള്ളതാണ്. അതിനുശേഷം എന്തുണ്ടാവും? ഈ ജഡവുമായിട്ടുള്ള സമ്പർക്കം ക്രമേണ മാറുകയും അഹങ്കാരം നമുക്ക് വളരെ തണുപ്പായിട്ട്, അഹങ്കാരം ശീതളതയും പ്രസന്നതയും നിറഞ്ഞ ശുദ്ധബോധമായിട്ട് വികസിക്കുകയും ചെയ്യും. അതായത് ഞാൻ എന്നുള്ളതിന് എന്ത് വരും? മറ്റൊന്ന് എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടില്ല എന്നുള്ള ഒരു അനുഭവം വരുന്നതോടുകൂടി എന്താവും? അയാളിൽ ധൈര്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. പിന്നെ അയാൾ യാതൊരു രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കും വഴങ്ങുകയില്ല. അയാളുടെ എന്താ പറയാ, ധാർമ്മിക ബോധത്തെ ഇല്ലാതെയാക്കാൻ മറ്റൊന്നിനും സാധ്യമല്ലാതെയാകും. അങ്ങനെയുള്ളവരെയാണ് ആര് ഉപനിഷത്ത് ധീരൻ എന്ന് വിളിക്കുന്നത്. ധിയം രാതി ധിയം ഈരയതി എന്നൊക്കെയാണ് ധീരൻ എന്ന വാക്കിന്റെ അർത്ഥം. ബുദ്ധിയെ എറിയുന്നവൻ, ബുദ്ധിയെ കൊടുക്കുന്നവൻ. അതായത് എന്താണ് ഈ ബുദ്ധി എന്ന് ചോദിച്ചാൽ, ഈ അഹങ്കാരം മാറി ശീതളതയും പ്രസന്നതയും നിറഞ്ഞ ശുദ്ധബോധമായിട്ട് നമ്മൾ വികസിക്കുകയാണ്. ബോധത്തിന്റെ വികാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ ജഗത്തിന് മുഴുവൻ ആശ്രയമായ ബോധം ഞാൻ തന്നെയാണ് എന്ന് സൂര്യതുല്യം സംശയഭേദമന്യേ നമുക്ക് തെളിഞ്ഞു പ്രകാശിച്ചു തുടങ്ങും. പരമമായ ആനന്ദവും ശാന്തിയും അനുഭവികവേദ്യമാണ്. ജനന മരണങ്ങൾ അച്ചിട്ടുള്ള ഒരു സനാതന സത്യമാണ് ഞാൻ എന്നുള്ള ഉറപ്പ് നമ്മളിൽ തന്നെ വന്നു ചേരും. ചുരുക്കത്തിൽ ആത്മസാക്ഷാത്കാരം ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. അതോടുകൂടി ഈ കണ്ടതെല്ലാം ഞാൻ തന്നെ എന്ന് നമുക്ക് അനുഭവിക്കാറാവും. ഇതാണ് എന്താണ് അല്പം ചരിച്ചുകൊണ്ട് പൂർണ്ണത്തെ വരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നു. രക്തേന ഭുഞ്ജീതാഹ, അല്പത്തെ തിരിച്ചുകൊണ്ട് പൂർണ്ണത്തെ എന്താ പറയാ ആശ്ലേഷിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നു. ഈ സാക്ഷാത്കാര രഹസ്യം അനുഭവവേദിയായിട്ടുള്ള ഒരു ആചാര്യൻ പറയുകയാണ്. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ. ഗീത പറയും, യഥാഭൂത പൃഥഗ്ഭാവം ഏകസ്ഥമനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തദാ. യഥാഭൂത പൃഥഗ്ഭാവം ഏകസ്ഥമനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തദാ എന്നാണ്. അതായത് വിവിധമായിട്ടുള്ള പ്രപഞ്ച ഘടകങ്ങളിൽ വേറെ വേറെയായിട്ട് നിൽക്കുന്നത് പോലെ, വിവിധമായിട്ടുള്ള പ്രപഞ്ച ഘടകങ്ങളിൽ വേറെ വേറെയായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നത് പോലെ
അങ്ങനെ കാണപ്പെടുന്ന സത്യം ഒരാൾ തന്നിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ അവിടെ നിന്ന് അത് അപ്പോൾ തന്നെ ജഗത് വ്യാപിയായിട്ട് വളർന്ന് വികസിച്ചുകൊള്ളും. അയാൾക്ക് പിന്നെ ശരീരം ഒരു പ്രശ്നമല്ല. അയാളുടെ ശരീരം വേണമെങ്കിൽ എന്താ പറയാ, ജന്തുക്കൾ കൊത്തിത്തിന്നാൽ പോലും അയാളെ അത് ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കാണാം കാശിയില് പല സ്ഥലങ്ങളിലും ഈ മുക്താവസ്ഥയിലെത്തിയ സന്യാസിമാര് അവനവന്റെ ശരീരത്തെ അവിടെ കൊണ്ടുവച്ച് അങ്ങോട്ട് ഉപേക്ഷിക്കുക. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ, പേര് ഞാൻ മറന്നുപോയി. അവിടെ കൊണ്ടുവച്ച് ഉപേക്ഷിച്ചിട്ട് ഈ യോഗിയുടെ ശരീരം നായ കടിച്ചു വലിക്കുന്നത് നമുക്ക് കാണാം. അവർക്കത് പ്രശ്നമല്ല, ആ ശരീരം അവർക്ക് വിഷയമേ അല്ല. അതായത് വിവിധ പ്രപഞ്ച ഘടകങ്ങളിൽ വേറെ വേറെ ആയിട്ട് നിൽക്കുന്നത് പോലെ കാണപ്പെടുന്ന സത്യം ഒരാൾ തന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ ആ സത്യം അപ്പോൾ തന്നെ എന്താവും, ജഗത് വ്യാപിയായിട്ട് വളർന്ന് വികസിക്കും എന്നുള്ളതാണ്. അതാണ് തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ, എല്ലാം ഞാനാണ് എന്നുള്ള വഴി എനിക്ക് ഉണ്ടാക്കി തരണമേ. വരദ നാരായണായ നമ. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഈ ഒരു ശ്രമം ഭൗതിക മനുഷ്യ ജീവിതത്തെ ഭൗതികവും ആധ്യാത്മികവുമായ തലത്തിൽ പൂർണ്ണ ധന്യതയിൽ കൊണ്ടെത്തിക്കുന്നു എന്നാണ് വേദാന്തം പറയുന്നത്. ആത്മാന്വേഷണമില്ലാതെ ഭൗതികത മാത്രം ആശ്ലേഷിക്കുന്ന ഒരു മനുഷ്യൻ പൂർണ്ണമായി അവനവനെ നഷ്ടപ്പെടുത്തുകയും അത് അശാന്തിയിൽ കലാശിക്കും അയാളുടെ ജീവിതം എന്ന് യാതൊരു സംശയവും. അതുകൊണ്ട് ബോധത്തിന്റെ ശുദ്ധമായിട്ടുള്ള വികാസം മുന്നോട്ട് പോകും തോറും ഭഗവാന്റെ കാരുണ്യം വർഷിച്ച് സകലതും നേടിത്തരുന്നു. ഭഗവാൻ എന്നിൽ കാരുണ്യം വർഷിച്ചുകൊണ്ട് എനിക്ക് സകലതും ഉണ്ടാക്കി തരുന്നു എന്നുള്ള തോന്നലാണ് ആദ്യം ഉണ്ടാവുന്നത്. ഈ അനുഭവ രഹസ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വരദനായിട്ടുള്ള, വരത്വദാനം ചെയ്യുന്നവനായിട്ടുള്ള നാരായണ അങ്ങേക്കെന്ന നമസ്കാരമുണ്ട്. അതായത് പൂർണ്ണമായ സത്യാനുഭവത്തോടുകൂടി സത്യസാക്ഷാത്കാരത്തോടുകൂടി അഖിലം ഈ മുഴുവൻ ഞാൻ തന്നെയാണ് എന്ന് അനുഭവിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ്. ഈ കാണുന്നതൊക്കെ ഞാൻ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് അനുഭവിച്ചറിയാൻ സാധിക്കും. തന്നെയല്ല, ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്താണ്? നമ്മുടെ ശ്രീനാരായണ ഗുരു പറയുന്ന പോലെ അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും, അകലും അഹന്ത അനേകമാകയായി തുകയിൽ അഹംപൊരുളും തുടർന്നിടുന്നു. അതായത് എന്താണ്? അകമേ ആരായുകിൽ, അന്തർമുഖമായിട്ട് ഏകാഗ്രതപ്പെട്ട് അന്വേഷിക്കുമ്പോൾ മാത്രമേ, അന്തർമുഖമായിട്ട് ഏകാഗ്രതപ്പെട്ടുകൊണ്ട് സത്യം അന്വേഷിച്ചറിഞ്ഞാൽ ഞാൻ എന്നിങ്ങനെ എല്ലാവരിലും പ്രകടമാകുന്ന അനുഭവം അത് അനേകമല്ല, അത് ഒരേ ബോധവസ്തു തന്നെയാണ് എന്ന് അയാൾക്ക് തെളിഞ്ഞു വരും. സത്യാനുഭവത്തോടു കൂടി ഇല്ലാതെയായി മറിയുന്ന ഈ ജീവാത്മഭാവത്തെ ഉപാധിഭേദം അനുസരിച്ച് പലതായിട്ട് വേർതിരിയുന്നത് കൊണ്ട് ഈ ജീവാത്മാവിന്റെ തത്വമായിട്ട് വിളങ്ങുന്ന സത്യവും ഈ വിധം അനേകമായി വേർതിരിഞ്ഞതുപോലെ കാണാനിട വരുന്നു എന്ന് നാരായണ ഗുരുദേവൻ പറയും. തന്നെയല്ല, നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് ഈ അനുഭവത്തിന് എന്താണ്, നമ്മുടെ ഓട്ടൂര് പറഞ്ഞ പോലെ എന്താണ്, ദാനങ്ങൾ ചെയ്തു ചരിതാർത്ഥത പൂകിയില്ല, ഭോഗം ദാനങ്ങൾ ചെയ്തു ചരിതാർത്ഥത പൂണ്ടതില്ല, ഭോഗം ഭുജിച്ചു പരിതൃപ്തി അടഞ്ഞതില്ല, ഞാൻ മത്തനായിതുവരെ സമയം കളഞ്ഞു, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധുഷ്ണ. ശരിക്കും ഒരു മനുഷ്യൻ പറയുന്ന ഏറ്റവും വലിയ എന്താ പറയാ, ഒരു ആത്മാനുഭവത്തിന്റെ ഉപാധി എന്ന് പറയുന്നതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം ഇത് തന്നെയാണ്. ആത്മാനുഭൂതി എങ്കിലും ഒരാളുടെ മുമ്പിൽ സമ്പൂർണമായിട്ട് സമർപ്പിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ആത്മാനുഭവം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അനുഭവപ്പെട്ട് കുറച്ചെങ്കിലും തുടങ്ങുന്നു. അതുകൊണ്ട് ഭഗവാന് സർവവും സമർപ്പിച്ചുകൊണ്ട്
അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്താണ് അദ്ദേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഭഗവാന്റെ കയ്യിൽ ഒരു ഉപകരണമാണ് എന്ന് ധ്യാനിച്ചുകൊണ്ട് അത് തന്നെ ഭാവന ചെയ്തുകൊണ്ട് എന്നെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഭഗവാന്റെ കയ്യിലുള്ള ഒരു ഉപകരണമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥാവിശേഷത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ പറയുന്നതിന്റെ ആദ്യത്തെ പടി. ഈ പടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റൊരു ഒരു രംഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകി അഖിലം ഞാനിതെന്ന വഴി. ഒരു ഭഗവത് സ്വരൂപത്തെ ആരാധിക്കാൻ തുടങ്ങുന്ന ഒരു മനുഷ്യന് ഭഗവാൻ എന്നെ സംരക്ഷിക്കും, ഞാൻ ഭഗവാന്റെ കയ്യിൽ ഒരു ഉപകരണമാണ് എന്നുള്ള തോന്നലോടൊപ്പം തന്നെ എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യാൻ അയാൾ പഠിക്കുകയും അദ്ദേഹം തന്നെയാണ് ഞാൻ എന്ന് മെല്ലെ 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 ചിത്തം ശുദ്ധമാവുകയും അതിനകത്തേക്ക് പെട്ടെന്ന് തന്നെ ഭഗവത് അനുഭൂതി മെല്ലെ, അതായത് നമ്മൾ അതുവരെ അനുഭവിക്കാത്ത ഒരു ഗന്ധം, അതുവരെ അനുഭവിക്കാത്ത പലതും ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉറപ്പാകുന്നതോടുകൂടി നമുക്കിങ്ങനെ അനുഭവമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, അനുഭവൈകവേദ്യമായിട്ടുള്ള ഒരു ആനന്ദമാണ്. അതായത് ആ സമയം വരെ നമ്മൾ ഈ ലോകത്ത് എന്താണ് കേൾക്കാത്ത ഒരു ഗന്ധം നമുക്ക് അനുഭവപ്പെടും. ഭഗവത് സാന്നിധ്യം കൊണ്ട് ആ ഗന്ധം നമുക്ക് ലോകത്തിലുള്ള ഒരു സ്പ്രേ അടിച്ചാലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ ഒന്നും നമുക്ക് സാധിക്കില്ല. അതിനാണ് ഭഗവാന്റെ ഒരു ഗ്രന്ഥത്തിന് വ്യത്യാസം. അതുവരെ കേൾക്കാത്ത ശബ്ദം, അതുവരെ കേൾക്കാത്ത ഗന്ധം, അതുവരെ കേൾക്കാത്ത പലതും അനുഭവവേദ്യമായി തുടങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ അനുഭൂതിയിലേക്ക് കടക്കുന്നതോടുകൂടി മെല്ലെ 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 ചിത്തശുദ്ധി വരികയും ദേവതയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് പ്രവഹിക്കുകയും ചെയ്യും. അതോടുകൂടി എന്താണ്, ഞാൻ എന്ന് പറയുന്ന അഹങ്കാരം ഇല്ലാതെയാവുകയും എല്ലാം തന്നെ ഞാൻ എന്നുള്ള ഒരു ഭാവത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നു നീങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് ആചാര്യന്റെ ഈ സാധനാക്രമം ഉപദേശിക്കുന്നതിന്റെ അർത്ഥം. അതായത് ഗുരുവന്ദനവും അദ്വൈതബോധ അനുഭവത്തിനായി ഗുരുവിന്റെയും ഈശ്വരന്റെയും കാരുണ്യം വേറെ വേണം എന്നുള്ള പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം ലക്ഷ്യം നേടാനുള്ള ഒരു സാധനാക്രമത്തെ, അനുഭവ സ്വരൂപത്തെ ഇവിടെ ആചാര്യൻ ഈ പദ്യത്തിൽ വിവരിച്ചു കാണിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അനുഭവൈക വേദ്യമായി ഈ ആനന്ദത്തെ അനുഭവിക്കണമെങ്കിൽ ഈ രൂപം നേടാനുള്ള ഒരു സാധനാക്രമത്തെ വിശദീകരിക്കുന്ന പദ്യമാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പൊ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ. ആനന്ദവും ബോധവും ഒക്കെ ആയിട്ട് സത്യമായിട്ടുള്ളവനുമായ ഏത് പാപവും ഭരിക്കാൻ കഴിയുന്നവനും അതുപോലെ ഗോപിമാരെ രമിപ്പിച്ചവനുമായിട്ടുള്ള അല്ലയോ ഗുരുവായൂരപ്പ, ഞാൻ എന്നുള്ള അഹങ്കാര ഭാവം ഈ ലോകത്തിൽ എനിക്ക് തോന്നാനിടവരരുത്. അഥവാ തോന്നുകയാണെങ്കിൽ എല്ലാം ഞാൻ തന്നെ എന്നുള്ള വളരെ കരുത്തുള്ള ഒരു അനുഭവത്തെ എനിക്ക് ഉണ്ടാക്കി തരയണമേ എന്നാണ്. അങ്ങനെ ഒരു വരത്തെ തരാൻ കഴിവുള്ള അല്ലയോ നാരായണ, അങ്ങേക്കെന്റെ നമസ്കാരം എന്നാണ് ഈ പദ്യത്തിന്റെ അർത്ഥം. ഇന്ന് നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത പദ്യം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശരി ടീച്ചറെ നമസ്തേ. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, ഇതുമായി ബന്ധമുള്ളതല്ല. നമ്മള് പിന്നെ സംബോധന പ്രഥമം ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ്? എന്നുവെച്ചാ രാമ എന്നേ പറയാൻ പാടുള്ളൂ. രാമ, ഹേ രാമ. രാമ പറയാൻ പാടില്ല, ഹേ രാമ. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം, ഹേ പാർത്ഥ, ഇത്രയും മതിയല്ലേ? പാർത്ഥ, ഭഗവാൻ പാർത്ഥ, ഏകമാത്രം മതിയല്ലോ.